ഹലോ, നമസ്കാരം. ഞാൻ ഭദ്ര. ഇപ്പോൾ ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഒക്കെ തുറന്നാൽ രാഹുൽ മാങ്കൂട്ടമാണ് ചർച്ചാ വിഷയമായേക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു ചെറിയ കാര്യം കൂടെ ഞാനും പറയാം. എന്താണെന്ന് വെച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പ്രതിസന്ധിയിലായേക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞത്, കുറച്ച് സ്ത്രീകൾ വന്നിട്ട് പുള്ളിക്കാരനെതിരെ കുറേ തെളിവുകളും ഗർഭം കലക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിലും ഒക്കെ കണ്ടതാണ്. പക്ഷെ ഈ സംഭവമൊക്കെ നടന്നിട്ട് വർഷങ്ങൾ എത്രയായി? 2020 ഈ വാട്സപ്പ് ചാറ്റിന്റെ കാര്യം, ഈ ഗർഭത്തിന്റെ കാര്യമൊക്കെ നമ്മൾ കാണുന്നത്. ഈ 2020 എന്ന് പറഞ്ഞ സമയത്ത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ആർക്കറിയാം? നമുക്ക് ആർക്കെങ്കിലും അറിയാമോ ഇങ്ങനൊരു വ്യക്തിയെ? അറിയില്ല. അന്ന് അയാൾ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KS-ന്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം. ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ രാഹുൽ പോലും വിചാരിച്ചിട്ടുണ്ടാവൂല ഈ 5 വർഷം കൊണ്ട് താൻ ഇത്രയും വലിയൊരു പൊസിഷനിലെത്തും, അല്ലെങ്കിൽ ഒരു MLA ആവും എന്നൊക്കെ ഉള്ളത് ഒരുപക്ഷെ രാഹുൽ ഒരിക്കലും സ്വപ്നത്തിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവൂല. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പുള്ളിക്കാരൻ അന്നേ കുറച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ മൂവ് ചെയ്യുമായിരുന്നു. പക്ഷെ അന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. പിള്ളേര് കളിച്ച് നടക്കുന്ന ഒരു ടൈമാണ്. ആ ടൈമിലാണ് ഈ പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അന്നൊന്നും പുള്ളിക്കാരൻ ഈ പെണ്ണുങ്ങളോ അവർക്കാർക്കും ഒരു പരാതിയില്ലായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച്. ഇപ്പൊ ഈ വാട്സപ്പ് ചാറ്റിൽ വന്ന കാര്യം 2020 നടക്കുന്നതാണ്. അന്ന് നടന്ന ഒരു കാര്യത്തിന് ഇപ്പോഴും പുള്ളിക്കാരന് ആ പെണ്ണുങ്ങൾക്ക് ഇന്ന് വരെ പരാതിയില്ല. ഇപ്പൊ എന്തുകൊണ്ട് അവർ ഈ പരാതി പുറത്തു കൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ അതിനും ആൻസർ ഇല്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ അപ് ടു ഡേറ്റ് ആയിട്ട് കറണ്ടായിട്ട് നടന്ന കാര്യങ്ങളല്ല ഇത്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തിന് ഇപ്പൊ എന്തിനാണ് ഇവരിത് കുത്തിപ്പൊക്കി കൊണ്ടുവന്നാന്ന് ചോദിച്ചാൽ അതിനും ആൻസറിങ് ഇല്ല. പക്ഷെ ഒരു കാര്യം പൊതുപ്രവർത്തകർ മനസ്സിലാക്കാനുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നിങ്ങൾ ഭാവിയിൽ ആരെങ്കിലും ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യമേ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ഈ വിശേഷിച്ചും സ്ത്രീ വിഷയങ്ങൾ എളുപ്പം കത്തിപ്പടരാനും വല്ലാതെ പിന്നെ പോപ്പുലർ ആവാനും ഒക്കെ ഉള്ള ഒരു കാര്യങ്ങളാണ് സ്ത്രീ വിഷയങ്ങൾ. അത് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ സ്ത്രീകളെ വെച്ചു പിന്നെ നശിപ്പിക്കാനും നന്നാക്കാനും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സ്ത്രീകൾക്കും അതൊരു പാഠമായിരിക്കണം. രാഷ്ട്രീയ പാർട്ടികൾക്ക് വിളയാടാനുള്ള ഒരു കളിനിലമല്ല സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് പിന്നെ വോട്ട് കിട്ടാനും അല്ലെങ്കിൽ ഒരാളിനെ രാഷ്ട്രീയത്തിൽ നിന്ന് പുറത്താക്കാനും ഒരാളിനെ അകത്താക്കാനും വേണ്ടിയുള്ള ഉപകരണമല്ല സ്ത്രീകൾ. അത് സ്ത്രീകളും ആദ്യം മനസ്സിലാക്കണം. ഇതൊക്കെ ഇയാള് ഈ ചീറ്റിങ്ങും ചാറ്റിങ്ങും ഒക്കെ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. എന്തുകൊണ്ടേ നിങ്ങൾ അന്നൊന്നും ഇതിന് ഒരു തടയിടാഞ്ഞത്? അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ ഫോണിലേക്ക് ചാറ്റ് ചെയ്തു, നമുക്കിഷ്ടമല്ല, നമുക്കത് ബ്ലോക്ക് ചെയ്യാമല്ലോ. അതിനുള്ള ഓപ്ഷനും ബട്ടണും ഈ ഫോണിലുണ്ട്. മനസ്സിലായില്ലേ? നമുക്കൊരാളിനെ താല്പര്യമില്ലെങ്കിൽ അയാളെ ബ്ലോക്ക് ചെയ്യാനും ഒഴിവാക്കാനും ഉള്ള ഓപ്ഷൻ നമുക്കുണ്ട്. അല്ലാതെ ഇത് ഇങ്ങോട്ട് വരുന്നത് മാത്രം സ്വീകരിക്കുക, എന്നിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കുക, അതിൽ അർമാദിക്കുക, എന്നിട്ട് നാളെ ഒരു സമയത്ത് അയാളെ ഏതെങ്കിലും ഒരു ലെവലിലെത്തുമ്പോൾ അയാളെ കുറ്റം പറയുക, അയാളെ താഴെ ഇറക്കാൻ നോക്കുക. ഇതൊന്നും സ്ത്രീകൾക്കും പറ്റിയതല്ല. പുരുഷന്മാര് ഇപ്പം രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ നിൽക്കുന്ന പുരുഷന്മാര് പിന്നെ കാണിക്കുന്ന വേലത്തരങ്ങൾക്ക് കൂട്ടുനിന്ന് കൊട പിടിച്ച് അതിന്റെ ആനുകൂല്യങ്ങൾ പറ്റി അവരുടെ സൗഹൃദങ്ങൾ സമ്പാദിച്ച് ഒക്കെ നടന്നിട്ട് ഒടുവില് അവരൊരു പൊസിഷനിലെത്തുമ്പോൾ നാളെ നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു പക്ഷേ അവർക്ക് തിരിച്ച് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അപ്പം നിങ്ങൾ ഇതിനെ ഒരു ആയുധമാക്കി എടുക്കരുത്. അത് സ്ത്രീകൾക്കും പറ്റിയ ഒരു പണിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ രാഹുൽ ഇപ്പൊ എന്താ പറയുക, വള്ളിച്ചെടി പോലെ പടർന്ന് പന്തലിച്ച് പോയതാണ്. ഈ വള്ളിച്ചെടികൾ അറിയാലോ, എത്ര പടർന്ന് പന്തലിച്ചാലും അതിന് ആയുസ് കുറവാണ്. പക്ഷെ അതേസമയം വൻ വൃക്ഷങ്ങളാണെങ്കിൽ അത് മെല്ലെ വളരുള്ളൂ. മെല്ലെ മെല്ലെ വളർന്ന് അത് ഒരു വലിയ മരമായി, തായ്തടിയായി, കാതലായി, അതിനൊന്നും ഒരു കേടുപാടും സംഭവിക്കില്ല. എത്ര വലിയ കാറ്റടിച്ചാലും അത് മാക്സിമം പിടിച്ചേക്കും. പക്ഷെ
ഈ രാഹുൽ മാങ്കൂട്ടം എന്നൊക്കെ പറയുന്ന ഒരു വള്ളിച്ചെടികൾ പോലെ പെട്ടെന്ന് വളർന്നു വന്നതാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നും പുള്ളിക്കാരന് വലിയ പിടുത്തമില്ല. എവിടൊക്കെയാണ് നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങൾ എവിടൊക്കെയാണ്, അല്ലെങ്കിൽ അതിന് ഒരു എന്താ പറയുക, നമുക്ക് സെൽഫായിട്ടൊരു ഒരു ഇമേജ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം. അത് മറ്റുള്ളവർ നമുക്ക് തരുന്നതല്ല. നമ്മൾ തന്നെ നമ്മളെ ഫോം ചെയ്തെടുക്കണം. അതിന് ഒരുപാട് കടമ്പകളുണ്ട്. അല്ലാതെ പിന്നെ ചുറ്റും നിന്ന് ആരാധകർ കൈയടിക്കുമ്പോൾ നമ്മൾ ആരോ ആയി, നമ്മളെന്തോ ആയി എന്ന് വിചാരിക്കുന്നിടത്ത് തീർന്നു നിന്റെ ജീവിതം. നീ ഏത് പൊളിറ്റിക്കൽ കിങ് മേക്കർ ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നാലും നിനക്ക് ഇപ്പൊ ഞാൻ അല്ലെങ്കിൽ എന്നെപ്പോലൊരു വ്യക്തി അല്ലെങ്കിൽ നിന്നെപ്പോലൊരു വ്യക്തി ഏതോ ആവട്ടെ, ഒരു ചെറുപ്പക്കാരൻ വളർന്നു വരണമെങ്കിൽ അവനെക്കുറിച്ചൊരു ഇമേജ് വേണം. ഞാൻ ഈ വഴിക്ക് പോവില്ല, അല്ലെങ്കിൽ ഈ വഴിക്ക് ചിന്തിച്ചാൽ എനിക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉള്ളതാണ്, ഞാൻ അങ്ങനെ പോയാൽ എൻ്റെ ഭാവി എന്തായി പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം. ഈ വളർന്നു വരുന്ന യുവതലമുറയോടാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങളെ കൂടെ നിൽക്കുന്ന ഒരാൾ പോലും ഈ പൊളിറ്റിക്കലി വിശ്വസിക്കരുത്. അതാണൊരു സത്യം. കൂടെ നിൽക്കുന്നവൻ നാളെ നീ ഉയർന്നു പോകുന്നു എന്ന് കണ്ടാൽ നിന്നെ ചവിട്ടി താഴ്ക്കാൻ നിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നവൻ ഉണ്ടായിരിക്കും. അതിന് ഒരു കൂട്ടുകാരൻ എന്നുള്ള നിലയിൽ നീ പോകുന്നിടവും വരുന്നിടവും നിന്റെ സ്വകാര്യമായ കാര്യങ്ങൾ എല്ലാം പങ്കുവച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ നീ താഴേക്ക് നിന്നെ എപ്പോ കുഴിയിൽ തള്ളിയിട്ടു എന്ന് ചോദിച്ചാൽ മതി. അതൊരു പൊളിറ്റിക്കൽ തന്ത്രമാണ്. മനസ്സിലായില്ലേ? ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന അതൊരു ഭയങ്കര കടല് പോലെയാണ്. എത്ര പഠിച്ചാലും അതിൽ നിന്ന് മതി വരില്ല, തികയില്ല. അത്രയ്ക്കുമുണ്ട് പൊളിറ്റിക്സിൽ നിന്ന് മേളിലോട്ട് ചവിട്ടുപടിയായിട്ട് കയറി പോകാൻ. അല്ലെങ്കിൽ പിടിച്ച് മേലോട്ട് കയറ്റാൻ മുകളിൽ അച്ഛനോ അമ്മയോ ഒക്കെ പൊളിറ്റിക്സ് കിങ് മേക്കർ ആയിട്ട് ഉണ്ടാവണം. അല്ലാതെ നിന്നെ പോലെയുള്ള താഴേന്ന് വരണവര്, രാഹുലിനെ പോലെയുള്ള താഴേന്ന് വരുന്നവര്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ മറ്റേതെങ്കിലും ഒരു പയ്യന്മാരെ പോലെ താഴേന്ന് വളർന്നു വരുന്നവര് ഒരിക്കലും ആ സ്ഥാനത്ത് എത്തണമെങ്കിൽ നല്ല കടമ്പാളുണ്ട്. ഇതുപോലെ പെണ്ണു വിഷയങ്ങളും വേറെ കള്ളക്കേസുകളും പീഡനം ഒരുപാടുണ്ടാവും. നല്ല ബ്രൈറ്റ് ഫ്യൂച്ചറുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. പക്ഷെ എന്ത് ചെയ്യ, പൊളിറ്റിക്സ് രാഹുലിന് പറ്റിയ പണിയല്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഈ സ്വഭാവം വെച്ച് പൊളിറ്റിക്സ് തനിക്ക് പറ്റിയ പണിയല്ല. അതുപോലെ സ്ത്രീകളും അതുപോലെ തന്നെ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അപ്പൊ തന്നെ അത് തുറന്നു പറഞ്ഞ് നോ പറഞ്ഞ് നമ്മളെ ഫോണിന്ന് ഒഴിവാക്കി നമ്മൾ ഫ്രീ ആവുക. അത് ചെയ്യാതെ നാളെ ഒരു സമയത്ത് ഒരു വ്യക്തി വളർന്ന് വലുതായി വന്നിട്ട് ഇതുപോലെ നശിപ്പിക്കാൻ സ്ത്രീകൾ നിൽക്കരുത്. അപ്പൊ ഞാനൊരു സാധാരണക്കാരിയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇതിലെ മിസ്റ്റേക്ക് രണ്ടുപേരെ കയ്യിലുമുണ്ട്. ഓക്കെ.